എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണിത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ വ്യക്തമായി പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇനി മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഇത് പഠിക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം ഒരു ഇക്വേഷൻ എഴുതുകയാണ്. മെഗ്നീഷ്യം പ്ലസ് fluorine gives magnesium fluoride. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. അപ്പോ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ മീൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. മെഗ്നീഷ്യം എന്ന ഒരു എലമെന്റ് ഫ്ലൂറിൻ എന്ന് പറയുന്ന മറ്റൊരു എലമെന്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഇവിടെ മെഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോ മെഗ്നീഷ്യം ഫ്ലൂറിൻ എന്ന് പറയുന്ന മറ്റൊരു എലമെന്റുമായിട്ട് റിയാക്ട് ചെയ്ത് മെഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് നമുക്ക് കിട്ടുന്നു, ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു. ഓക്കെ, ആ ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്കിവിടെ നോക്കാം. മെഗ്നീഷ്യം എടുക്കാം. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ആദ്യം അറിയാം. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. ഓക്കെ, മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. 12 ആണ് മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോ ഈ മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പോ മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആറ്റം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതാണ്. ഒരു ആറ്റം എടുക്കുമ്പോൾ അവിടെ ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് ഷെല്ലുകളിലാണ്. അപ്പോ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്നത്. അപ്പോ ഓരോ ഷെല്ലുകളിലും കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോണുകൾ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഷെല്ലായിട്ടുള്ള കെ ഷെല്ലില് മാക്സിമം 2 ഇലക്ട്രോൺ മാത്രമേ നിറയൂ. രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ലില് മാക്സിമം 8 ഇലക്ട്രോൺ. മൂന്നാമത്തെ ഷെല്ല് എമ്മില് മാക്സിമം എത്രയാണ്? 18 ഇലക്ട്രോൺ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ത് നിറയുന്നത്? ഇലക്ട്രോൺസ് നിറയുന്നത്. ഓക്കെ, അപ്പോ മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ അതില് ആകെ ഉള്ളത് എന്താണ്? 12 ഇലക്ട്രോൺസ് ആണ്. അതെങ്ങനെ മനസ്സിലായി? അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും തന്നെ ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അതുകൊണ്ട് തന്നെ അതില് 12 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോ അതില് ഇലക്ട്രോൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ ഷെൽ എന്ന് പറയുന്ന കെ ഷെല്ലാണ്. അതില് ആദ്യമേ എത്ര ഇലക്ട്രോൺ നിറച്ചു? 2 ഇലക്ട്രോൺ നിറച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എൽ ഷെല്ല് മാക്സിമം 8 ഇലക്ട്രോൺ നിറയ്ക്കാം. ആ 8 ഇലക്ട്രോൺ നിറച്ചു. അപ്പൊ ടോട്ടല് 10 ഇലക്ട്രോൺ ആയി. ഓക്കെ, ടോട്ടൽ ഉള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 12 ആണ്, 12 ആണ്. പക്ഷെ ഇപ്പൊ 10 ഇലക്ട്രോൺ നിറച്ചു കഴിഞ്ഞു. ബാക്കി ഇനി എത്ര ഇലക്ട്രോൺ കൂടി ഉണ്ട് നിറയ്ക്കാൻ? ഇനി നമുക്ക് ടോട്ടല് ഇനി ഒരു 2 ഇലക്ട്രോൺ കൂടി നിറയ്ക്കാനുണ്ട്. അപ്പൊ അടുത്ത ഷെല്ലില് ഈ 2 ഇലക്ട്രോൺ നിറയ്ക്കും. ഓക്കെ, ആദ്യത്തെ ഷെല്ലില് മാക്സിമം 2 ഇലക്ട്രോണേ നിറയ്ക്കാൻ പറ്റൂ. അപ്പൊ അത് നിറച്ചു. രണ്ടാമത്തെ ഷെല്ലിനെ അടുത്തത് നിറച്ചു. അതിലെ മാക്സിമം 8 ഇലക്ട്രോണേ നിറയ്ക്കാൻ പറ്റൂ. അത് നിറച്ചു. ഇനി ബാലൻസ് വന്ന 2 ഇലക്ട്രോൺ അടുത്ത ഷെല്ലിൽ നിറച്ചു. ഓക്കെ, മൂന്നാമത്തെ ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോൺ വരെ പോവാം. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അതായത് അതിനുള്ളിൽ ആകെ 12 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളെയാണ്. ആ ഷെല്ലുകൾ എങ്ങനെയാണ് പോകുന്നത്? കെ എൽ എം എന്നിങ്ങനെ പേരിലാണ് പോകുന്നത്. കെ എൽ എം എൻ എന്ന് പറഞ്ഞ് പോകുന്നവയാണ് ഷെല്ലുകൾ. അങ്ങനെയാണ് പേരുകൾ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ നിറയും. രണ്ടാമത്തെ ഷെല്ലില് മാക്സിമം 8 ഇലക്ട്രോൺ നിറയും. മൂന്നാമത്തെ ഷെല്ലില് മാക്സിമം 18 ഇലക്ട്രോൺ നിറയും. അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യത്തില് ടോട്ടല് 12 ഇലക്ട്രോൺ ഉണ്ട്. അത് നിറച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഫ്ലോറിൻ. ഓക്കെ, ഫ്ലോറിൻ ഇവിടെ എഴുതാം. ഫ്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഫ്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ഫ്ലോറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്, 9 ആണ്. അപ്പോ അവിടെ എങ്ങനെയായിരിക്കും ഇലക്ട്രോൺസ് നിറയ്ക്കുക? നമുക്കറിയാം ആദ്യത്തെ ഷെല്ലില്
എത്ര ഇലക്ട്രോൺ നിറയ്ക്കാം? 2 ഇലക്ട്രോൺ നിറയ്ക്കാം. ഫ്ലൂറിനില് നമുക്കറിയാം 9 ഇലക്ട്രോൺസ് ഉണ്ട്. എത്രയാണോ അറ്റോമിക് നമ്പർ അത്രയും തന്നെ ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണെങ്കിൽ അതിനുള്ളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 9 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ നിറച്ചു. ബാക്കി ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോൺസ് കൂടി ഉണ്ട്. അത് രണ്ടാമത്തെ ഷെല്ലിൽ നിറയുമല്ലോ. രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ നിറയും. അപ്പോ 7 ഇലക്ട്രോൺ സുഖമായിട്ട് നിറയ്ക്കാം. ഓക്കെ, അപ്പൊ 2,7 അതാണ് അവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി മൂന്നാമത്തെ ഷെല്ലിലോട്ട് നിറയ്ക്കാനുള്ള ഇലക്ട്രോൺസ് അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ 2 + 7 എത്ര തന്നെ ആയി? 9 തന്നെ ആയി. അതായത് 9 ഇലക്ട്രോൺ നമുക്ക് ഫ്ലൂറിനിലുണ്ട്. അത് 2 ഷെല്ലുകളിലായിട്ട് എന്ത് ചെയ്തു? നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ 12 ആണ് എന്ത് അറ്റോമിക് നമ്പർ. അതായത് അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 12 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അത് 3 ഷെല്ലുകളിലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. ഇനി ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അതിൽ 9 ഇലക്ട്രോൺസ് ഉണ്ട്. അത് അറേഞ്ച് ചെയ്തത് 2 ഷെല്ലുകളിലായിട്ട് 2,7 എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. ഇനി ഈ ആറ്റംസിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഈ ആറ്റംസ് എല്ലാം സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഓരോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ആറ്റംസിനെല്ലാം സ്റ്റെബിലിറ്റി വേണം. ഇനി എങ്ങനെയാണ് ഇവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുക? ഇത്രയേ ഉള്ളൂ. സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് വെച്ചാൽ ഏറ്റവും പുറത്തുള്ള ഷെല്ലില് 8 ഇലക്ട്രോൺ നിറയാം. ഓക്കെ, ഒരു ആറ്റത്തിന് സ്റ്റെബിലിറ്റി എപ്പോഴാണ് കിട്ടുന്നത്? ഒരു ആറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ നിറയും. എങ്കിൽ മാത്രമേ അതിന് സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ മെഗ്നീഷ്യത്തിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ഷെല്ലാണ്. ഇത് കഴിഞ്ഞ് വേറെ ഷെല്ലില്ല. അപ്പൊ മൂന്നാമത്തെ ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അതിലെ 2 ഇലക്ട്രോൺ ആണ് നിറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ മെഗ്നീഷ്യത്തിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഈ 2 ഇലക്ട്രോണിനെ മെഗ്നീഷ്യത്തിനെ എന്ത് ചെയ്യണം? കളയണം. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യത്തിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഒന്നുകിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ഈ 2 ഇലക്ട്രോണിനെ കളയണം, അല്ലെങ്കിൽ ഒരു 6 ഇലക്ട്രോൺ കൂടി എവിടെന്നെങ്കിലും എന്ത് ചെയ്താൽ മതി? വാങ്ങിയാൽ മതി. അപ്പൊ 6 ഇലക്ട്രോൺ എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാലും എത്രയാവും? 2 + 6 8 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ അത് 8 ആയി കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടും, അല്ലെ? അല്ലെങ്കിൽ ഈ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് രണ്ടാമത്തെ ഷെല്ലായിട്ട് മാറും. അങ്ങനെയാണെങ്കിലും സ്റ്റെബിലിറ്റി കിട്ടും, അല്ലെ? രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. മൂന്നാമത്തെ ഷെല്ലിലെ എല്ലാ ഇലക്ട്രോൺസും പോയി കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസും പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യത്തിന് സ്റ്റെബിലിറ്റി കിട്ടും. ഓക്കെ, ഈ 2 മാർഗങ്ങളാണ്. ഇനി ഇതിൽ ഏതാണ് എളുപ്പം അത് മാത്രമാണ് ആ ആറ്റത്തിൽ നടക്കുന്നത്. ഇവിടെ 2 മാർഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മെഗ്നീഷ്യം ഒന്നുകിൽ 6 ഇലക്ട്രോൺ വാങ്ങണം, അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ കളയണം. 1 ഇലക്ട്രോൺ വാങ്ങാനും 1 ഇലക്ട്രോൺ കളയാനും ഏകദേശം ഒരേ എനർജി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇലക്ട്രോൺ വാങ്ങാനും, അതായത് ഗെയിൻ ചെയ്യാനും, 1 ഇലക്ട്രോൺ കളയാനും, അതായത് ലോസ് ചെയ്യാനും ഒരേ എനർജി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറച്ച് എനർജി യൂസ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്നത് 2 ഇലക്ട്രോണിനെ കളയുന്നതാണ്. അപ്പൊ ഈ ആറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഈ 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യുക? കളയുക, ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ കളഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടും. ഓക്കെ, ഇനി ഫ്ലൂറിന്റെ കേസിലോട്ട് വരാം. ഫ്ലൂറിനും സ്റ്റെബിലിറ്റി കിട്ടണം. ഫ്ലൂറിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺ തികയ്ക്കണം. 8 ഇലക്ട്രോൺ ആക്കണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അപ്പൊ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പൊ ആ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കണം. രണ്ടാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ അത് എത്രയാക്കി മാറ്റണം? 8 ഇലക്ട്രോൺ ആക്കി മാറ്റണം. ഓക്കെ, അപ്പൊ ഇതിനും 2 മാർഗമുണ്ട്. ഒന്നുകിൽ 1 ഇലക്ട്രോൺ എന്ത് ചെയ്യുക? വാങ്ങുക. ഒന്നുകിൽ 1 ഇലക്ട്രോൺ തമ്മിൽ 1 ഇലക്ട്രോൺ എന്ത് ചെയ്യുക? വാങ്ങുക, ഗെയിൻ ചെയ്യുക. അപ്പൊ 8 ഇലക്ട്രോൺ ആവുമല്ലോ. അങ്ങനെയാണെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടും. അല്ലെങ്കിൽ ഈ 7 ഇലക്ട്രോൺ കളയുക. 7 ഇലക്ട്രോൺ കളഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്ന ആദ്യത്തെ ഷെല്ല് തന്നെയാണ്. ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ, ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ, ആ ഒരു ഷെല്ലില് 2 ഇലക്ട്രോൺ ആണ് ഉള്ളതെങ്കിൽ അതും സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഷെല്ല് മാത്രമേ ഉള്ളെങ്കിൽ അതിൽ 2 ഇലക്ട്രോൺ വന്നാലും അത് സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, അത് വിശദമായിട്ട് നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കും. അപ്പോ
ഒന്നുകൂടി പറയാം, ഇവിടെ ഫ്ലോറിന് രണ്ട് രീതിയിൽ സ്റ്റെബിലിറ്റി കിട്ടാം. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ഒരു ഇലക്ട്രോൺ കൂടി വാങ്ങിക്കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലായ രണ്ടാമത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺ ആവും. ഓക്കെ, അല്ലെങ്കിൽ ഈ 7 ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ ആവും. അതായത് അതിന് സ്റ്റെബിലിറ്റി കിട്ടും. ഒരൊറ്റ ഷെല്ലേ ഉള്ളെങ്കിൽ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ മതി? 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ആയി കഴിഞ്ഞു. പക്ഷെ ഇവിടെ 2 ഷെല്ലുണ്ട്. അപ്പൊ ഏതാണ് എളുപ്പം? 1 ഇലക്ട്രോൺ വാങ്ങുന്നതാണോ 7 ഇലക്ട്രോൺ കളയുന്നതാണോ? ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വാങ്ങുന്നതാണ്, ഗെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഫ്ലൂറിൻ 1 ഇലക്ട്രോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോ ഞാൻ ഇവിടെ ചെയ്തത് മെഗ്നീഷ്യത്തെയും ഫ്ലൂറിനെയും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. കാരണമല്ലോ മെഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ എങ്ങനെയെങ്കിലും കളയണം, എങ്കിലേ സ്റ്റെബിലിറ്റി കിട്ടും. ഫ്ലൂറിന് എങ്ങനെയെങ്കിലും ഫ്ലൂറിന്റെ ഒരാറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ 1 ഇലക്ട്രോൺ കിട്ടണം. ഓക്കെ, ഇവിടെ ഫ്ലൂറിന്റെ 2 ആറ്റം ഉണ്ട്. ഓക്കെ, F2 എന്ന് പറഞ്ഞാൽ 2 ആറ്റം ഉണ്ട്, ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. അപ്പൊ ഫ്ലൂറിന് ആ F2 എന്ന് പറഞ്ഞാൽ 2 ആറ്റം ഉണ്ട്. ആ 2 ആറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഓരോ ഇലക്ട്രോൺസ് വീതം കിട്ടണം. അതായത് 2 ആറ്റത്തിന് ഓരോ ഇലക്ട്രോൺസ് വീതം കൊടുത്തു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസ് കൊടുക്കണം. ഓക്കെ, അപ്പോ മെഗ്നീഷ്യത്തിന് സ്റ്റെബിലിറ്റി കിട്ടാൻ 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? ലോസ് ചെയ്യണം. ഇനി ഇവിടുത്തെ ഫ്ലൂറിന് സ്റ്റെബിലിറ്റി കിട്ടാൻ ഓരോ ഇലക്ട്രോൺസിനെ വീതം കിട്ടുകയും വേണം. ഓക്കെ, അതായത് ടോട്ടല് 2 ഇലക്ട്രോൺ തന്നെ വേണം. ആ F2 എന്ന് പറയുന്ന മോളിക്യൂളില് ഓരോ ആറ്റത്തിനും ഓരോ ഇലക്ട്രോൺ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ തന്നെ അവർക്ക് വേണം എന്ത് ചെയ്യാൻ? ഗെയിൻ ചെയ്യാൻ. മെഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ കൊടുക്കാനും ഉണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെ ഇവര് എന്ത് ചെയ്യുന്നു? ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. അങ്ങനെ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോ മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ കൊടുക്കുന്നു. ഈ ഫ്ലൂറിൻ ഓരോ ആറ്റവും ഓരോ ഇലക്ട്രോൺ വീതം എന്ത് ചെയ്യുന്നു? ഗെയിൻ ചെയ്യും. അങ്ങനെ ഗെയിൻ ചെയ്ത് അവിടെ മെഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒന്നുകൂടി പറയാം, ഞാനിവിടെ ഒരു എന്തെഴുതി? കെമിക്കൽ ഇക്വേഷൻ എഴുതി. അപ്പൊ ഇതില് മെഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു എലമെന്റും ഫ്ലൂറിൻ എന്ന് പറയുന്ന എലമെന്റും തമ്മിൽ റിയാക്ട് ചെയ്യുകയാണ്. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കിട്ടുന്നത് മെഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കി മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണ്. അതായത് അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 12 ഇലക്ട്രോൺസ് തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം ഷെല്ലുകളിലാണ് ക്രമീകരിക്കുന്നത്. അപ്പൊ മെഗ്നീഷ്യം ഷെല്ലുകളിൽ ക്രമീകരിച്ചത് എങ്ങനെയാണ്? 2,8,2. ആദ്യത്തെ ഷെല്ലില് 2, രണ്ടാമത്തെ ഷെല്ലില് 8, മൂന്നാമത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ. ഓക്കെ, ഇനി ഫ്ലൂറിന്റെ കേസിൽ ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അതായത് അതിൽ 9 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? 2,7 എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി മെഗ്നീഷ്യത്തിന് സ്റ്റെബിലിറ്റി വേണമെങ്കിൽ ഇവിടെ നിന്ന് 2 ഇലക്ട്രോണിനെ കളയണം. ഫ്ലൂറിന് സ്റ്റെബിലിറ്റി വേണമെങ്കിൽ 1 ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? ഗെയിൻ ചെയ്യണം. ഓക്കെ, അതായത് വാങ്ങണം. അപ്പോ ഇവിടെ 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ വന്ന് മെഗ്നീഷ്യത്തിൽ നിന്നും ഈ 2 ഇലക്ട്രോൺ വാങ്ങി. ഓക്കെ, മെഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ കൊടുക്കാനുണ്ടല്ലോ. അതുകൊണ്ട് ഓരോ ഫ്ലൂറിൻ ആറ്റവും ഓരോ ഇലക്ട്രോൺ വീതം വാങ്ങി. ഓക്കെ, അങ്ങനെയാണ് മെഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്ന് പറയുന്ന എന്തുണ്ടായത്? കോമ്പൗണ്ട് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ മെഗ്നീഷ്യത്തിന് സംഭവിച്ച കാര്യം, മെഗ്നീഷ്യം എന്ന് പറയുന്ന ആറ്റത്തിന് സംഭവിച്ച കാര്യമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോ മെഗ്നീഷ്യം ഇങ്ങനെ ഒരു ആറ്റമായിട്ട് ഇരിക്കുകയാണ്. അപ്പോ അത് എന്ത് ചെയ്തു? 2 ഇലക്ട്രോണിന് വിട്ടുകൊടുത്തു. മെഗ്നീഷ്യം ആദ്യം ഇങ്ങനെയാണ് ഇരുന്നത്. അത് എങ്ങനെയാകാൻ പോവുകയാണ്? 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാൻ പോവുകയാണ്. അത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? മെഗ്നീഷ്യം 2++2 ഇലക്ട്രോൺ. അതായത് ഇവിടെ 2+ എങ്ങനെ വന്നു? അതായത് മെഗ്നീഷ്യം ആയിട്ടാണല്ലോ ഇരുന്നത്. അത് എങ്ങനെ 2+ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 1 പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 1 പോസിറ്റീവ് ചാർജ് കിട്ടും. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 2 പോസിറ്റീവ് ചാർജ് കിട്ടും. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 3 പോസിറ്റീവ് ചാർജ് കിട്ടും. ഇനി എത്ര ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കുന്നോ അത്രയും തന്നെ പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ മെഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോ അതിന് 2 പോസിറ്റീവ് ചാർജ് കിട്ടി. അങ്ങനെയാണ് Mg2+ എന്ന് എഴുതിയത്. പ്ലസ് എന്തുകൂടിയുണ്ട്? 2 ഇലക്ട്രോണിനാണല്ലോ വിട്ടുകൊടുക്കുന്നത്. ആ 2 ഇലക്ട്രോൺ എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യത്തിന് എന്താണ് സംഭവിച്ചത്? മെഗ്നീഷ്യം എന്ന് പറയുന്ന ആറ്റം ഇവിടെ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തുകൊണ്ട് മെഗ്നീഷ്യം 2+, Mg2+ഉം അതുപോലെ 2 ഇലക്ട്രോണുമായിട്ട് മാറി.
ഓക്കെ, ഇതാണ് മെഗ്നീഷ്യത്തിന് സംഭവിച്ചത്. അപ്പൊ മെഗ്നീഷ്യം ഇലക്ട്രോണിന് വിട്ടുകൊടുത്തു. ഇനി അടുത്തത് ഫ്ലൂറിന് എന്താണ് സംഭവിച്ചത്? ഫ്ലൂറിൻ ഈ മെഗ്നീഷ്യം വിട്ടുകൊടുത്ത ആ ഫ്ലൂറിലെ ഓരോ ആറ്റവും മെഗ്നീഷ്യം വിട്ടുകൊടുത്ത ഓരോ ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തു. ഓരോ ഇലക്ട്രോണിന്റെ വീതം എടുത്തോളൂ. അവിടെ 2 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. ഓരോ ഫ്ലൂറിൻ ആറ്റവും ഓരോ ഇലക്ട്രോണിന്റെ വീതമാണ് എന്ത് ചെയ്തത്? ഗെയിൻ ചെയ്തത്. അങ്ങനെയാണ് ഈ ഫ്ലൂറിൻ ആറ്റത്തിന് പറ്റിയത്. ഫ്ലൂറിൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതിനോടൊപ്പം ഒരു ഇലക്ട്രോൺ വന്നു ചേർന്നു. ഓക്കെ, ഒരു ഇലക്ട്രോൺ വന്നു ചേരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ, ലോസ് ചെയ്താൽ പോസിറ്റീവ് ചാർജ് കിട്ടുമെങ്കിൽ ഗെയിൻ ചെയ്താൽ നെഗറ്റീവ് ചാർജ് കിട്ടും. അതായത് ഫ്ലൂറിന്റെ ചാർജ് എന്തായി മാറി? നെഗറ്റീവായിട്ട് മാറി. ഓക്കെ, ഇങ്ങനെ ചാർജ് ഉള്ള ആറ്റങ്ങളെ പറയുന്ന പേരാണ് അയോൺസ്. അതും കൂടെ ആലോചിച്ച് വെച്ചേക്കുക. ചാർജ് ഉള്ള ആറ്റത്തെ പറയുന്ന പേരാണ് അയോൺസ്. ഇവിടെ Mg2+ഉം F- എല്ലാം എന്താണ്? അയോൺസ് ആണ്. ഓക്കെ, ഇവിടെ സംഭവിച്ചത് നോക്കുക. മെഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് മെഗ്നീഷ്യം 2+ ആയി, അല്ലെ? Mg2+ ആയി. ഇനി ഫ്ലൂറിൻ ഓരോ ഇലക്ട്രോണിനെ വാങ്ങിക്കൊണ്ട് എന്തായി? F- ആയിട്ടും മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഈ പ്രോസസ്സിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെഗ്നീഷ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, ഫ്ലൂറിൻ ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? ഗെയിൻ ചെയ്തു. മെഗ്നീഷ്യം ഇലക്ട്രോണിനെ ലോസ് ചെയ്തു, ഫ്ലൂറിൻ എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അതിന് ഓരോ പേരുകൾ കൊടുക്കണം. അപ്പോ മെഗ്നീഷ്യം ഇലക്ട്രോണിനെ ലോസ് ചെയ്തു. ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. ഓക്കെ, എന്താണ്? ഓക്സിഡേഷൻ. അപ്പോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോസ് ഓഫ് ഇലക്ട്രോൺ, അല്ലെ? ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. അതായത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ അതിനെ പറയുന്ന പേരാണ്, ഒരു ആറ്റം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ, ലോസ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്ലൂറിൻ ചെയ്തത് എന്താണ്? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. അങ്ങനെ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിഡക്ഷൻ. ഓക്കെ, റിഡക്ഷൻ. അപ്പോ 2 പ്രോസസ്സുകളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടന്ന ആർക്കാണ്? മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ നടന്നത്. മെഗ്നീഷ്യമാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്. അപ്പൊ മെഗ്നീഷ്യമാണ് ഓക്സിഡേഷൻ, അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ നടന്നത്. ഓക്കെ, എന്താണ് റിഡക്ഷൻ? ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിനെ വാങ്ങുന്നതിനെ പറയുന്ന പേരാണ് എന്തോന്ന്? റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫ്ലൂറിൻ ആണ് ഇലക്ട്രോണിനെ വാങ്ങിയത്, അതായത് അതിനെ പറയുന്ന പേരാണ് റിഡക്ഷൻ. ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ഫ്ലൂറിനാണ്. ഇത് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ ശ്രദ്ധിക്കുക, ഇത് റിയാക്ടന്റ് സൈഡ് എന്നും, അതായത് ഈ ഗിവ്സിന് ലെഫ്റ്റിൽ കിടക്കുന്നത് റിയാക്ടന്റ് സൈഡ് എന്നും, ഈ ഗിവ്സിന് റൈറ്റ് സൈഡിൽ കിടക്കുന്നത് പ്രോഡക്റ്റ് സൈഡ് എന്നും പറയും. അപ്പോ നമുക്കറിയാം, ഈ പ്രോഡക്റ്റ് സൈഡിലാണ് ഇലക്ട്രോൺസ് വന്നത്. പ്രോഡക്റ്റ് സൈഡിൽ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ ആറ്റത്തിന് സംഭവിച്ചത് എന്താണ്? ആ ആറ്റത്തിന് സംഭവിച്ചത് ഓക്സിഡേഷൻ ആണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെയും ഗിവ്സ് ഉണ്ട്. ഗിവ്സ് എന്ന് പറഞ്ഞാൽ ഈ ആരോ ആണ്. അപ്പൊ അതിന് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിന് റിയാക്ടന്റ് സൈഡ് എന്ന് പറയുന്നു, റൈറ്റ് സൈഡിൽ കിടക്കുന്നതിന് എന്തെന്ന് പറയുന്നു? പ്രോഡക്റ്റ് സൈഡ് എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്, അതായത് ഗിവ്സിന് ലെഫ്റ്റ് സൈഡിലാണ് എന്തുള്ളത്? ഇലക്ട്രോൺ ഉള്ളത്. ആ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ മീനിങ് അവിടത്തെ ആറ്റത്തിന് സംഭവിച്ചത് എന്താണ്? റിഡക്ഷൻ ആണ്. അപ്പോ ഗിവ്സിന് റൈറ്റ് സൈഡിലാണ് ഇലക്ട്രോൺ ഉള്ളതെങ്കിൽ അതെന്താണ്? ഓക്സിഡേഷൻ. ഗിവ്സിന് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? റിഡക്ഷൻ എന്ന് പറയും. എന്താണ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും? ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രോൺസ് റൈറ്റ് സൈഡിലാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? അതിനെ ഓക്സിഡേഷൻ. ഇലക്ട്രോൺസ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതിനെ പറയുന്ന പേര് എന്താണ്? റിഡക്ഷൻ. ഓക്കെ, അപ്പൊ 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ ഓർത്ത് വെക്കേണ്ട, ഓക്സിഡേഷനും റിഡക്ഷൻ. എന്താണ് ഓക്സിഡേഷൻ? ദ ലോസ് ഓഫ് ഇലക്ട്രോൺ, ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് എന്ത്? ഓക്സിഡേഷൻ. അടുത്തത് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റിഡക്ഷൻ. ഈ 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു, മെഗ്നീഷ്യത്തിനാണ് എന്ത് സംഭവിച്ചത്? ഓക്സിഡേഷൻ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണക്കാരനായത് ആരാണ്? മെഗ്നീഷ്യം ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ കാരണക്കാരനായത് ഇവിടെയുള്ള ഫ്ലൂറിനാണ്, അല്ലെ? അപ്പോ മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണം ഫ്ലൂറിനാണ്.
അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂറിനെ പറയുന്ന പേര് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, ഫ്ലൂറിനെ പറയുന്ന പേര് ഓക്സിഡൈസിങ് ഏജന്റ്. ഞാൻ ഇവിടെ എഴുതാം, ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഇത്ര ആലോചിക്കുക. ഇവിടെ മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. ഓക്കെ, മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. അതിന് കാരണക്കാരനായത് ഫ്ലൂറിനാണ്. അതുകൊണ്ട് ഫ്ലൂറിനെ പറയുന്ന പേര് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, ഇനി ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? റിഡക്ഷൻ സംഭവിച്ചത് ഫ്ലൂറിനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൂറിന് റിഡക്ഷൻ സംഭവിക്കാൻ കാരണം ആരാണ്? മെഗ്നീഷ്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യത്തെ പറയും എന്താണ്? റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ്. അപ്പോ ആ വാക്കുകൾ വളരെ സൂക്ഷിച്ച് മാത്രമേ പറയാവൂ. എന്താണ്? ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്. ഒന്നുകൂടി പറയാം. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ്? ഒരു ആറ്റത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണമായ ആറ്റത്തെ പറയുന്ന പേരാണ് എന്തോന്ന്? ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. ആ മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണക്കാരനായത് ഫ്ലൂറിനാണ്. അതുകൊണ്ട് ഫ്ലൂറിനെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയും. ഇനി ഇവിടെ ഫ്ലൂറിനാണ് എന്ത് സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചത്. ആ റിഡക്ഷൻ സംഭവിക്കാൻ കാരണം മെഗ്നീഷ്യമാണ്. അതുകൊണ്ട് മെഗ്നീഷ്യത്തെ പറയുന്ന പേര് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്? മെഗ്നീഷ്യത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ, മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ച ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ. അപ്പൊ മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിച്ച ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ. അതുപോലെ ഫ്ലൂറിന് ഓക്സിഡേഷൻ സംഭവിച്ചതാണ്, ഫ്ലൂറിന് റിഡക്ഷൻ സംഭവിച്ചതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് എന്ത്? റിഡക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ 6 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്സിഡൈസ്ഡ് ആറ്റം, റെഡ്യൂസ്ഡ് ആറ്റം, ഓക്കെ, ഓക്സിഡൈസ്ഡ് ആറ്റം, റെഡ്യൂസ്ഡ് ആറ്റം, ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ, ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്. ഈ 6 കാര്യങ്ങളും ഒരു ഇക്വേഷൻ കണ്ടാൽ എഴുതാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ഇക്വേഷൻ ആണ് ആദ്യം എഴുതിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഇക്വേഷൻ ഇതായിരുന്നു. മെഗ്നീഷ്യം പ്ലസ് ഫ്ലൂറിൻ ഗീവ്സ് മെഗ്നീഷ്യം ഫ്ലൂറൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ആറ്റം. ഓക്സിഡൈസ്ഡ് ആറ്റം അതായത് ഇലക്ട്രോൺ കൊടുത്ത ആറ്റം ഏതാണ്? മെഗ്നീഷ്യം. ഇനി ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ, ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ, ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ എങ്ങനെ എഴുതും? ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ ഇത്രയേ ഉള്ളൂ. മെഗ്നീഷ്യമാണ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത്, അതാണ് എഴുതേണ്ടത്. മെഗ്നീഷ്യം അത് എങ്ങനെ വിട്ടുകൊടുക്കുന്നു ഇലക്ട്രോൺസിനെ? മെഗ്നീഷ്യം 2++2 ഇലക്ട്രോൺ, ഈ രീതിയിലാണ് വിട്ടുകൊടുക്കുന്നത്. ഓക്കെ, മെഗ്നീഷ്യം എന്ന് പറയുന്ന ആറ്റം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് മെഗ്നീഷ്യം 2+ എന്ന് പറയുന്ന ഒരു അയോൺ ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്തത് റെഡ്യൂസ്ഡ് ആറ്റം. റെഡ്യൂസ്ഡ് ആറ്റം അതായത് ഇലക്ട്രോൺ എന്ത് ചെയ്തു? റിസീവ് ചെയ്തു അല്ലെങ്കിൽ ഗെയിൻ ചെയ്ത ആറ്റത്തെ പറയുന്ന പേര്. ഇവിടെ എന്താണ്? ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത ആരാണ്? ഫ്ലൂറിനാണ്. ഓക്കെ, ഫ്ലൂറിൻ. അതുകൊണ്ട് അത് റെഡ്യൂസ്ഡ് ആറ്റം. ഇനി ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ. ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ എങ്ങനെ എഴുതും? അപ്പൊ ഫ്ലൂറിൻ ഇലക്ട്രോൺ വാങ്ങുന്ന ഒരു പ്രോസസ് ആണ് എഴുതേണ്ടത്. അപ്പൊ ഫ്ലൂറിൻ F+1 ഇലക്ട്രോൺ ഗീവ്സ് F-. ഓക്കെ, ഇപ്പൊ 4 കാര്യങ്ങളെ ആയോളൂ. ഇനി നമ്മൾ എന്തൊക്കെ എഴുതണം? ഓക്സിഡൈസിങ് ഏജന്റും അതുപോലെ റെഡ്യൂസിങ് ഏജന്റും നമ്മൾ എഴുതാം. ഓക്കെ, അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. അതിന് കാരണക്കാരൻ ആരാണ്? ഫ്ലൂറിൻ. ഫ്ലൂറിനാണ് ഇവിടത്തെ എന്ത്? ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി റെഡ്യൂസിങ് ഏജന്റ്
ഫ്ലൂറിനാണ് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത്. അതിന് കാരണക്കാരനായത് ആരാണ്? മെഗ്നീഷ്യം. അപ്പൊ മെഗ്നീഷ്യം ആണ് ഇവിടുത്തെ എന്തോന്ന് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഇത് എന്താണ്, നമ്മളിപ്പോ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ തന്നിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ. അടുത്ത് തന്നിട്ടുള്ളത് മെഗ്നീഷ്യം ക്ലോറൈഡ് വെച്ചിട്ടുള്ളതാണ്. മെഗ്നീഷ്യം ക്ലോറൈഡ്, അതായത് മെഗ്നീഷ്യം പ്ലസ് ക്ലോറിൻ ഗീവ്സ് മെഗ്നീഷ്യം ക്ലോറൈഡ്. ഈ ഒരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പൊ മെഗ്നീഷ്യം ക്ലോറിൻ എന്ന് പറയുന്ന എലമെന്റുമായിട്ട് ചേർന്ന് എന്താക്കിയാൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ആയിട്ട് മാറിയ ഒരു ഇക്വേഷനാണ്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ നോക്കാം. ഇവിടെ മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 2,8,2 നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഇനി ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, അപ്പൊ ക്ലോറിന്റെ അറ്റോമിക് നമ്പർ അറിയാം. ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ്. ഓക്കെ, 17 ആണ്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര? 2,8,7 എന്ന് പറയുന്നതാണ് ഇവിടത്തെ എന്തോന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ. അതായത് 2 + 8 + 7 ആയപ്പോ 17 ആയി. ഓക്കെ, ഇനി നോക്കാം. ഇവിടെ മെഗ്നീഷ്യത്തിന് ഒന്നുകിൽ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യാം, കളയാം, അല്ലെങ്കിൽ 6 ഇലക്ട്രോൺ വാങ്ങാം. അപ്പൊ ഏതാണ് എളുപ്പം? മെഗ്നീഷ്യത്തിന് ആ 2 ഇലക്ട്രോൺ കളയുന്നതാണ് എളുപ്പം, അതായത് ലോസ് ചെയ്യുന്നതാണ് എളുപ്പം. ക്ലോറിൻ ആണെങ്കിൽ 7 ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അതിന് 1 ഇലക്ട്രോൺ കൂടി വാങ്ങിയാൽ 8 ഇലക്ട്രോൺ ആവും. അല്ലെങ്കിൽ ഈ 7 ഇലക്ട്രോൺ കളയണം, ലോസ് ചെയ്യാം. ഏതാണ് എളുപ്പം? 1 ഇലക്ട്രോണിനെ വാങ്ങുന്നതാണ്, ഗെയിൻ ചെയ്യുന്നതാണ് എളുപ്പം. ഓക്കെ, അപ്പൊ 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതാണ് ക്ലോറിന് എളുപ്പം. മെഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ കളയുന്നതാണ്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു, ലോസ് ചെയ്തു. ഇവിടെയുള്ള ഓരോ ക്ലോറിൻ ആറ്റവും, ഇവിടെ ടോട്ടൽ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. ഓരോ ക്ലോറിൻ ആറ്റവും ഓരോ ഇലക്ട്രോൺ വീതം എന്ത് ചെയ്തു, ഗെയിൻ ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെയാണ് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടായത്. ഇത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താണ് നേരത്തെ പോലെ തന്നെ ഓക്സിഡേഷൻ സംഭവിച്ചതേത്, റിഡക്ഷൻ സംഭവിച്ചതേത്, ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ, ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോ ഇവിടെ മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. കാരണം ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തത് ആര് തന്നെയാണ്? മെഗ്നീഷ്യമാണ്. അപ്പോ ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാണ്? മെഗ്നീഷ്യം. ഓക്കെ, ഓക്സിഡൈസ്ഡ് ആറ്റം ഏതാണ്? മെഗ്നീഷ്യം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ ആണ് വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ അതിനെ എങ്ങനെ എഴുതാം? മെഗ്നീഷ്യം ഗീവ്സ് മെഗ്നീഷ്യം 2++2 ഇലക്ട്രോൺ. ഈ ഒരു രീതിയിൽ എഴുതാം. ഇനി അടുത്തത് റെഡ്യൂസ്ഡ് ആറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഇലക്ട്രോൺ വാങ്ങിയത് ആരായിരിക്കും? ക്ലോറിനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? ക്ലോറിനാണ്. അപ്പൊ ക്ലോറിൻ ഇലക്ട്രോൺ വാങ്ങുന്ന ആ ഒരു റിയാക്ഷൻ ആണ് എഴുതേണ്ടത്. അപ്പോ ക്ലോറിൻ +1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ഓക്കെ, ഇനി അടുത്ത 2 കാര്യങ്ങളും കൂടിയുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്? ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് മെഗ്നീഷ്യത്തിനാണ്. അതിന് കാരണക്കാരനായത് ആരാണ്? ക്ലോറിനാണ്. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് ക്ലോറിൻ. ഇനി അടുത്തത് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? ക്ലോറിനാണ്. അതിന് കാരണക്കാരനായത് ആരാണ്? മെഗ്നീഷ്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എഴുതി മെഗ്നീഷ്യം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻസിനെ, ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്, റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്, ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ, ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റണം. ഈ കാര്യങ്ങളാണ്. ഇത് ചിലപ്പോ എന്ത് ചെയ്യാം, നിങ്ങൾ നന്നായിട്ട് ഇത് റിവിഷൻ ചെയ്ത് വന്നില്ലെങ്കിൽ
ചിലപ്പോൾ ഇത് തെറ്റാനുള്ള അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ഓക്സിഡൈസിങ് ആറ്റം എന്ന് പറയുന്നത് എന്താണ്? മഗ്നീഷ്യമാണ്. പക്ഷെ ഇവിടെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. തമ്മിൽ തിരിഞ്ഞു വന്നിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ തെറ്റാതെ എഴുതാനായിട്ട് പറ്റൂ. ഓക്കെ, അപ്പൊ എന്താണ് ഓക്സിഡൈസ്ഡ് ആറ്റം? ഒന്നുകൂടി പറയുകയാണ്, ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്ന ആറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഓക്സിഡൈസ്ഡ് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആ ഓക്സിഡേഷൻ സംഭവിക്കാൻ കാരണക്കാരനായ ആ ആറ്റത്തെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് റിഡക്ഷൻ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക.